ഞാൻ അത്രയും മോശമാണോ എന്നെ കാണാൻ? സുന്ദരിയാണ്. എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ. ഒരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഭയങ്കര വണ്ണമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പറയുന്നത് നമ്മൾ എടുത്തോളണം, തിരിച്ച് നമ്മൾ പറയുന്നത് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ഒരു സെൽഫ് റെസ്പെക്ടിനേക്കാൾ ഒരു സെൽഫ് ലവിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നുമില്ല. ഹലോ, ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിലീപേട്ടന്റെ ശബ്ദം തന്നെ. ഞാൻ ആ ചേട്ടാ പറയൂ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കെ, എന്റെ ഫേസ് കാണാതെ ആ ചേട്ടാ പറയൂ. മനസ്സിലായി? എന്റെ ഫേസ് ഇങ്ങനെ ചേട്ടാ പറയൂ, ഇതാണ് എന്റെ ഫേസ് വരുന്നത്. ഈ വല എറിഞ്ഞ് ഫാഫിനെ പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു. ഈ വല എറിഞ്ഞ ഒരു മനുഷ്യനെ പിടിക്കുന്നത് എങ്ങനെയാണ്, അതിങ്ങനെ മാറി നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവണത് ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, ഇതിൽ അഡ്മിഷൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണെന്നുള്ളത്. പണ്ടാരം പുലി എങ്ങനെയാണ് പൊട്ടി എടുത്ത് കറക്റ്റ് അതിങ്ങനെ പൊട്ടി നല്ല ഭംഗിയായിട്ട് ബാറ്റ് എന്നോട് സഹകരിച്ചു. എൻ്റെ കൂടെ ഉള്ള പ്രോപ്പർട്ടിനോട് ഞാൻ പറയും, നമ്മൾ ഇത് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ നിന്നേക്കണേന്ന് ഞാൻ ആ പ്രോപ്പർട്ടിയോട് പറയും. സീരിയസ്ലി ഞാൻ പേപ്പറിനോട് പറഞ്ഞു, മുന്നിച്ചേക്കണേ. സീരിയസ്ലി പറഞ്ഞാൽ വിശ്വസിക്കൂല. ഞാൻ എണീറ്റ് പോയി ആ സ്പോട്ടിൽ ഒരു കാറ്റടിച്ചു. ആ പേപ്പർ പറക്കേണ്ട രീതിയിൽ ആ പേപ്പർ പറന്ന് താഴെ പോയി. ഞാൻ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അതിൽ പറയുന്നതും ഇത്രയും വിയേർഡായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. Every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഓരോ ആക്ടറിനും ഒരു പവർ ഏരിയ ഉണ്ടാവും, അവർ കഴിവ് തെളിയിക്കുന്ന ഒരിടം ഒരു സിനിമയിൽ. ചിലർക്ക് അത് ഡാൻസ് ആവാം, ചിലർക്ക് അത് ഫൈറ്റ് ആവാം, ചിലർക്ക് അത് റൊമാൻസ് ആവാം. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന പെർഫോമറിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റിയാക്ഷൻ ഷോട്ട്സ് ആണ്. റിയാക്ഷൻ ഷോട്ട്സിൽ ജീവിക്കുന്ന നടി ഗ്രേസ് ആൻ്റണിയാണ് പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത്, നമ്മുടെ ക്ലോസ് ആൻഡ് പേഴ്സണൽ പോഡ്കാസ്റ്റ് സീരീസിൽ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. യു നോ വൈ ഐ കെയിം ടു ദിസ് ഇന്റർവ്യൂ? എനിക്ക് ഈ ഒരു ഇൻട്രോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. Why do you love this reaction area so much? അതെപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് കനകം ചെയ്തപ്പോൾ തൊട്ടാണ് അത് ഭയങ്കരമായിട്ട് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. എനിക്ക് റിയാക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ പെർഫോമൻസിലെല്ലാം എനിക്ക് റിയാക്ഷനിൽ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ക്യാരക്ടറിനെ കൂടുതൽ അറിയുന്നുണ്ട് റിയാക്ഷൻ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ നോർമലി ഡയലോഗ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോവാലോ, പക്ഷെ പറയാതെ പറയുന്നതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് കനകം ചെയ്യുന്ന സമയത്ത് ചേട്ടൻ എന്നോട്, ഡയറക്ടർ രതീഷ് ചേട്ടൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്താ ഗ്രേസോടെ ചെയ്യാൻ പോണേ? അപ്പം ഞാനിങ്ങനെ ചേട്ടാ ഞാനിങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ ഇടാം, അതൊന്ന് കാണിക്കുന്നു പറയും. അപ്പം ജസ്റ്റ് കാണിച്ചു കൊടുക്കും. പുള്ളി പറയും അന്ന് അതൊരു ഷോട്ട് വെക്കുന്നു പറയും. അപ്പം നമ്മൾ പറയാതെ പറയുന്നതിനും ഒരു ഷോട്ട് വെക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആ ഡയറക്ടർ കാണിക്കുമ്പോഴത്തേക്കും എനിക്കെന്തോ അത് പരിപാടി വർക്കാവുന്നുണ്ടെന്നുള്ളൊരു ഫീലാണ്. എൻ്റെ എല്ലാ ദിവസവും രതീഷ് ചേട്ടൻ വന്ന് വെക്കും, ഇന്നൊരു അരക്കിലോ റിയാക്ഷൻ എടുക്കാറുണ്ടോ? നൈസ്ലേ, നമുക്ക് നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ റിയാക്ഷൻ ഷോട്ട്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിസിക്കലി അവിടെ ഒരു ആക്ടർ പ്രസന്റ് ആവണം നിർബന്ധമില്ല. അവിടെ ചിലപ്പോൾ ഒരു കൈ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കാം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം. പക്ഷെ അവരെ നോക്കിയിട്ട് നമ്മൾ ഇതേ റിയാക്ഷൻ ഇടണം. അതെങ്ങനെ വർക്ക് ആവും? അതും നാച്ചുറലായിട്ട് അത് വരണ്ടേ? അതിനെന്താ ചെയ്യുക? അത് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനേക്കാൾ മുന്നേ ആയിരിക്കും നമ്മൾ ചെയ്ത് പോകുന്നത്, അയാൾക്കും അറിഞ്ഞെന്ന് വരില്ല ആ ഷോട്ട്. അപ്പം പ്രസന്റ് ആയിരിക്കും അവിടെ. മറ്റേ ആക്ടർ അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഡയറക്ടറോട് ചോദിക്കുക, മുന്നേ എന്താണ് എടുത്തിരിക്കുന്നത്, ആക്ടർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണാൻ പറ്റുമോ ഷോട്ട് എന്നൊന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ആക്ടേഴ്സ് അവിടെ ഉണ്ടാവും, കാരണം നമ്മൾ ഫുൾ പ്ലേ വൈഡിലൊന്ന് പോകുമല്ലോ, അത് മാസ്റ്റർ എടുത്ത് പോകുമല്ലോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ക്ലോസ് വരുമ്പോൾ ചില ആക്ടേഴ്സ് പറയും മാസ്റ്ററിൽ കുറച്ച് കൊടുത്താൽ മതി, ക്ലോസിൽ വരുമ്പോൾ നന്നായിട്ട് അഭിനയിക്കാന്ന്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. മാസ്റ്റർ ആയിരിക്കും എപ്പോഴും നമ്മൾ നന്നായിട്ട് കൊടുക്കേണ്ടത്. ക്ലോസ് അതിനേക്കാളും ബെറ്റർ ആയാൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ എന്താ ചെയ്യണേന്ന് നമ്മൾ, അതല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് പോലെ വരില്ലേ, മാസ്റ്റർ ലൈറ്റ് കൊടുത്തിട്ട് അവരങ്ങ് മാറി കഴിയുക. അത് നമ്മുടെ മറ്റേ കലോത്സവത്തിനൊക്കെ ചെയ്തതോ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ ഓക്കെയാണ്. പക്ഷെ അത് ഞാൻ എപ്പോഴും
അവിടെ അവൈലബിൾ ആയിരിക്കും. ആക്ടർ എന്താ ചെയ്യണമെന്ന് അറിയും, അല്ലെങ്കിൽ പോയിട്ടൊന്ന് എന്താ ചെയ്തേക്കണമെന്ന് മോണിറ്ററി കാണും. അങ്ങനെയാണ് ചെയ്യുക കൂടുതലും. ഈ കലോത്സവത്തിന് ചെയ്യുന്ന സമയത്ത് ഈ ജസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ ഇവിടെയൊക്കെ വല്ല വാഴത്തോപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിറക് പൊരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇത് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും റിയാക്ഷനൊക്കെ കുറച്ചിട്ടാണ് മതി, അഭിനയം ഒന്നും അധികം കാണിക്കണ്ട. അപ്പോഴത്തെ ആൾക്കാർ ഈ കുട്ടി ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ജഡ്ജി കയറുമ്പോൾ തകർക്കാം. ശരി, അത് തന്നെ. പക്ഷെ ചില ആക്ടേഴ്സിന് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഒരു രീതിയായിരിക്കും, വർക്കിംഗ് സ്റ്റൈലായിരിക്കും. അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെൻ വി ഡു കോമഡിയാണ് അപ്പോഴാണ് ഏറ്റവും പാട്. എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയണ ഒരു ഇമ്പാക്റ്റ് നമ്മളിൽ വന്നാലേ ആ ഹ്യൂമറോടെ വർക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങിയിൽ ഞാൻ ബാറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഫാഫ കൊടുക്കുന്ന റിയാക്ഷനാണ് അതിൻ്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫാഫ പോയി ആ മൂലയിൽ നിൽക്കുമ്പോഴാണ് ആ റിയാക്ഷനിലാണ് നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. സോ അങ്ങനെ അപ്പോൾ അവിടെ ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല തിയേറ്ററിൽ ചിരി വരുമെന്ന്. ഞാൻ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ അവിടെ നടക്കുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൊമെൻ്റാണെന്ന് വിചാരിച്ചത്. പക്ഷേ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി വന്നതാണ് പുള്ളി പോയ മൂലയ്ക്ക് നിന്നിട്ട് എൻ്റെ ഒരു റിയാക്ഷൻ ഇങ്ങനെ വായും പൊളിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ചിരി വരിക, എവിടെയാണ് ക്ലാപ്സ് കിട്ടുക എന്ന് ഒട്ടും നമുക്ക് ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഹ്യൂമർ ചെയ്യുമ്പം നമ്മളൊരു കോമ്പറ്റീഷൻ മൈൻഡ് വെക്കാതെ മറ്റേ ആക്ടറിനെയും ഗ്രോ ചെയ്യാൻ അനുവദിക്കുക. എന്നാൽ മാത്രമേ ആ സീൻ നന്നാവുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ നിവിൻ ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നീ ചെയ്യും. അപ്പം അതങ്ങനെ ബിൽഡായി വരും ആ ഓരോ സീനും. നമ്മുടെ സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. വിനയ് ഫോർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഭയങ്കര അടിപൊളി ആക്ടറാണ്. ഞാനിപ്പം അവറാച്ചൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കണ വിനയേട്ടൻ്റെ ഒരു ക്യാരക്ടറേ അല്ല അവറാച്ചൻസിൽ. പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ചില മൊമെൻറ്റ്സ് നമുക്ക് ചില ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ റിയാക്ഷനും മാറി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അറിയാതെ ആ ക്യാരക്ടർ ഒരു ഡെവലപ്പ് ആവുന്നൊരു എവോൾവ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് കോമഡി ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഇപ്പോൾ ഞാൻ കോമഡി ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ആയത് നന്നായി, ഐ മീൻ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയത് നന്നായി. കാരണം നമുക്കൊരു സെറ്റ് ഓഫ് ഒരു ഗോൾഡൻ എറയുണ്ട് ഹ്യൂമർ എടുത്ത് അമ്മാനമാണ്ടിരുന്ന ആൾക്കാർക്ക്. പക്ഷേ അവർക്കൊന്നും ആ സമയത്ത് അവർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ വേണ്ട വിധത്തിലുള്ള റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ പക്ഷേ ഗ്രേസ് ചെയ്യുന്ന ഓരോ ഹ്യൂമർ രംഗത്തിനും ഇപ്പോൾ നാഗേന്ദ്ര ഹണിമൂൺസ് എന്ന് പറയുന്ന ആ വെബ് സീരീസ് വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ ഗ്രേസിൻ്റെ പോർഷൻ മാത്രം ആളുകളെടുത്ത് സെലിബ്രേറ്റ് ചെയ്തു. ഒരുപാട് പേര് അതിനെപ്പറ്റി റിവ്യൂ എഴുതി. ഒരുപാട് പേര് ഗ്രേസിനോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന് ഗ്രേസ് ഇപ്പോൾ ഹ്യൂമർ ചെയ്യുന്നത് ഈ സമയം നന്നായി, റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ വന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നോ എനിക്കൊരു ഉൾവിളിയുണ്ട്, ദിസ് ഈസ് യുവർ ടൈം, പോയി അങ്ങോട്ട് പൊളിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. എൻ്റെ സമയമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടേതാണ്. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ മാറിക്കൊടുക്കേണ്ട സമയത്ത് മാറിക്കൊടുക്കുക, അടുത്ത ആൾ വരും. അപ്പോൾ ആ സമയം വരെ ഇൻസ്പയർ ചെയ്യുന്നതിലുപരി നമുക്കൊരു എക്സാമ്പിൾ ആവാൻ പറ്റുമല്ലോ. അപ്പം എന്നെ പോലുള്ള വ്യക്തികൾക്കും, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ടിപ്പിക്കൽ ഹീറോയിൻ ടൈപ്പ് മെറ്റീരിയൽ അല്ല. അപ്പം എന്നെ പോലുള്ള ഒത്തിരി കുട്ടികളുണ്ട് വെളിയിൽ. അപ്പം അവർക്കൊരു എക്സാമ്പിൾ ആവാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എത്തുന്നത് ഹ്യൂമർ ചെയ്യുമ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കണേ, ആളുകളിലേക്ക് എത്താൻ പറ്റുന്നത്. സ്റ്റിൽ രണ്ടും ചെയ്യാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഹ്യൂമറും അറ്റ് ദ സെയിം ടൈം സീരിയസും. പക്ഷെ ആ ഒരു ഇഷ്ടം ആൾക്കാരുടേത് കിട്ടുന്നത് ഹ്യൂമർ ചെയ്യുമ്പോഴാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ എടുത്തുള്ള വിളി, അല്ലെങ്കിൽ ആ തമാശ ചെയ്യുമ്പോഴത്തേക്കും അത് കൊള്ളായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. ഞാൻ ഒരു ഗ്രാഫ് പോലെ ഒരു കാര്യം പറയാം. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഫഫയുടെ കല്യാണ പോസ്റ്ററാണ് ആദ്യം ഇറങ്ങുന്നത്, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതെന്റെ കിളി പോയ ദിവസം എന്താ കിളി പോയ ദിവസമായിരുന്നു. എന്താ സംഭവം? കാരണം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് കിടന്നൊരു സമയത്ത് നിന്ന് ഫഹദ് പോലുള്ള ഒരു ആക്ടറിൻ്റെ കൂടെ ഒരു പോസ്റ്ററിൽ അങ്ങനെ ഒരു വലിയ ഫിഗറിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതും ഞാൻ കാണുന്നതെന്ന് പറയുന്നത് കൊച്ചിയിലെ ഏറ്റവും മെയിൻ സെൻറ്ററിൽ ഒരു വലിയ ബാനർ, അതിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് കണ്ടെത്താൻ പോലും പറ്റാത്ത ദൂരത്തിൽ വലിപ്പത്തിലാണ് നിൽക്കുന്നത്.
അപ്പൊ ഞാൻ എന്നെ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു വലിയ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. അപ്പൊ സഡൻലി ഞാൻ എന്നെ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഞാൻ തന്നെ ആണോ എന്നാണ് ആദ്യമേ നോക്കിയത്. അതെനിക്ക് ഭയങ്കര കിളിയും പറന്ന് വേറെ പോയൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ ഈ പോസ്റ്റർ ആദ്യം ഇറങ്ങിയപ്പോ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്രേസ് ഇത് മറ്റേ ഹാപ്പി വെഡിങ്ങിൽ ആ ഹ്യൂമർ ചെയ്ത കുട്ടിയല്ലേ, ഇവരെങ്ങനെ ഫഹദിന്റെ കൂടെ പിടിച്ചു നിൽക്കും? അത് ജെന്യുവൻലി അന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ കുട്ടി പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടിയെ എന്തിനാ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗ്രേസ് കയറി വരുന്ന സമയത്ത്, കാർ പറക്കിയത് കയറി വരുന്ന സമയത്ത് നമ്മുടെ താഴത്ത് അക്കൗണ്ട്സിലിരിക്കുന്ന 2 കുട്ടികളുണ്ട്. അവർ ചോദിച്ചത് ഇതൊരു കുമ്പളങ്ങിയിലെ ഫഹദിന്റെ ഭാര്യയല്ലേ? ഗ്രേസ് അല്ലേ മറ്റേ ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും ഡയലോഗ് പറയുന്നത് ചേച്ചിയല്ലേ എന്നാ പറയുന്നത്. അത് വല്ലാത്തൊരു ഗ്രാഫാ, അത് വല്ലാത്തൊരു ഗ്രോത്താ. ഈ കുമ്പളങ്ങി കൈ കിട്ടുമ്പോഴേ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്നോ ഇത് എൻ്റെ ഒരു ഡു ഓർ ഡൈ ആണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കരിയർ ചേഞ്ച് ആണ്, ഇവിടെ ഞാൻ വർക്ക് ചെയ്യണം, അതുണ്ടായിരുന്നോ 2019? ഇല്ല. കാരണം ഞാനൊരു പൊട്ടിക്കുട്ടിയായിരുന്നു ആ സമയത്ത്. നമുക്ക് അതിന്റെ വലിപ്പം അറിയില്ല, സീരിയസ്ലി അതിന്റെ വലിപ്പം അറിയില്ല. ശ്യാമേട്ടൻ വിളിക്കുന്നു, അന്നേരം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാം ഡാൻസ് ടീച്ചറായിട്ട്. അപ്പം അവിടെ നിന്ന് ലീവ് കിട്ടുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പം ഞാൻ പോയിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ലീവ് എടുത്തു. അങ്ങനെ പോയി എന്നോട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഓഡീഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്, വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെന്നു, പാരൻസ് ഒക്കെ ആയിട്ടാണ് ചെന്നത്. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യം ഓഡീഷൻ പോയേക്കണത് ഹാപ്പി വെഡിങ്ങിൻ്റെയാണ്, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓഡീഷന് പോണേ. അപ്പോൾ അങ്ങനെ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, നല്ല സുന്ദരികളായ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ ഇപ്പോൾ എന്ത് പെർഫോം ചെയ്യുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. അപ്പം ചെന്നു, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓഡീഷൻ ക്ലിപ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര നെർവസാണ് ചെന്ന്, കാരണം നമ്മൾ കാണുന്ന ഫിഗേഴ്സ് എല്ലാം വലിയ വലിയ ഫിഗേഴ്സാണ്. ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, മധുവേട്ടൻ, ഉണ്ണിച്ചേച്ചി, ചേച്ചി. അപ്പം ഇവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ, ഞാൻ ഉറപ്പിച്ച് എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഉറപ്പിച്ച് ഞാൻ അങ്ങനെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ ക്ലിപ്സ് അല്ലെങ്കിൽ ഓരോ ഇത് കഴിയും തോറും ഇവരെന്തോ എന്നിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവരെന്നെ കളിയാക്കാൻ വേണ്ടി പിന്നെ വിളിക്കുന്നതാണോ എന്നാണ് എൻ്റെ മനസ്സിൽ പോണത്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുവാണ് നാച്ചുറൽ ആയിട്ട്. കരയണമെങ്കിൽ നമ്മളങ്ങ് കരയുക, ചിരിക്കണമെങ്കിൽ നമ്മളങ്ങ് ഉള്ളു തുറന്ന് ചിരിക്കുക. അപ്പൊ അതിനൊരു ഇൻസിഡന്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇവര് നമുക്ക് തരുന്നൊരു ഹിന്റ് ഉള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഇൻസിഡന്റ് തരും. നമ്മളങ്ങനെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇന്നാവുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്ത് കണ്ടാലറിയാം ഗ്രേസിന് വെൽക്കം ടു കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ സീരിയസ്ലി എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ പൊട്ടിക്കുട്ടിയുടെ അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന മുകളിലേക്ക്, മധുചേട്ടൻ മുകളിലിരിക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ക്യാരക്ടർ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഒരു ബാൽക്കണിയിൽ ചേട്ടൻ ഇരിക്കുവാണ്, ഞാൻ അടുത്തേക്കില്ല. അപ്പോഴും ഞാൻ ചേട്ടൻ ഞാനുണ്ടോ എന്നാണ് ചോദിക്കണം. അപ്പോൾ ഗ്രേസ് ഉണ്ട്, ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് എനിക്ക് ക്യാരക്ടർ ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്, ഇങ്ങനെ ഫഹദ് അഭിനയിക്കുന്നത്. അപ്പം സീരിയസ്ലി ഓക്കെ, അപ്പം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരുന്ന വഴി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് സിനിമ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടിയെന്നുള്ളത്. ലൊക്കേഷനിൽ ചെല്ലണ വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടിയെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വലിപ്പം നമ്മൾ കാണുന്നത്. കാരണം അത്രയും നാളും അഭിനയിച്ച സിനിമകൾ പോലത്തെ ഒരു സെറ്റ് ആയിരുന്നില്ല അത്. എല്ലാവരും ഫാമിലി പോലെ, ഒരു വലിപ്പ ചെറുപ്പം അവിടെ ഇല്ല. പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അഭിനയിക്കുവാന്ന് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് പണിയെടുക്കുന്ന ഫീലില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കനം ഫീൽ ചെയ്യണമല്ലോ. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തോ, ഇതാണ് ഡയലോഗ്, അങ്ങ് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നന്നായത്. ശരിക്കും അങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നന്നായത്. സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ എൻ്റെ പോഷൻ കണ്ടില്ല, ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു. സ്റ്റിൽ എല്ലാ ദിവസവും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായതും. പിന്നെ ഞാൻ വിളിച്ചിട്ട് മധുചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത്. പറന്നുപോവും എനിക്ക് അതുപോലെ തന്നെയാണ്. സ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന അതേ ഫീൽ തന്നെയാണ് പറന്നുപോവ് ചെയ്തപ്പോഴും. കാരണം പുതിയൊരു ഇൻഡസ്ട്രിയാണ്, പുതിയ സെറ്റ് ഓഫ് ആൾക്കാരാണ്, അറിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ ബിഗ് നെയിംസ് എല്ലാം കണ്ട് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവിടെ കുമ്പളങ്ങിയിൽ ഞാൻ ഇരുന്ന് കണ്ട അതേ ഫീൽ തന്നെ എനിക്ക്. അപ്പോൾ ഞാൻ റാം സാറിനോട്, സാർ ഇത് ഇത്രയും വലിയ പടമൊന്നും ഞാൻ വിചാരിച്ചില്ല,
എനിക്ക് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അതിന്റെ പെട്ടെന്നൊരു സാധനം കിട്ടിയെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ ഇവർ ഇതായിരുന്നല്ലേ. ചില ആൾക്കാർ വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പേര് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ആളെ മനസ്സിലായില്ല, ഇത് ഇന്ന ആളാന്ന് പറയുമ്പോൾ അയ്യോ ഇല്ലേ, ആ സാധനം കിട്ടൂലേ. അതെനിക്ക് അടിക്കണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം കുമ്പളങ്ങി എന്ന് പറയുന്നത് എനിക്ക് ആഫ്റ്റർ റിലീസാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫ് മാറിയത്. ഓൺലി ബിക്കോസ് ഓഫ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് റിലീസ് കഴിഞ്ഞിട്ടാണ്. കേട്ടിട്ടുണ്ട് ഒരു സീനിന് മുമ്പ് ഇവർ കുറെ ഫീഡ് തരും, കുറെ പറഞ്ഞു തരും. ചിലപ്പോൾ ആ പടത്തുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതായിരിക്കും, പക്ഷെ അത് ഇന്റേണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സീൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അതായത് ഈ ഓഡിഷൻ ടേപ്പ് തൊട്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളെല്ലാ ആക്ടേഴ്സിനെയും കൊണ്ടുവന്നത്. ഇവർക്ക് റിഹേഴ്സൽ അല്ലെങ്കിൽ ആ ടീമിന് ഭയങ്കര റിഹേഴ്സൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ ആ ഒരു സെറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങ് വിടും. അതായത് അവിടെ നമുക്ക് ക്യാരവൻ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ തന്നെ ആ ചുറ്റുവട്ടത്ത് തന്നെ നമ്മളുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കതൊരു സെറ്റ് പോലെ ഫീൽ ചെയ്യണില്ല. നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. 6 to 6 ആയിരുന്നു ഷൂട്ട്. അപ്പം നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഇങ്ങനെ ഉണ്ടാവും. 3-4 പേര് കൂടി, ഡയറക്ടർ, ക്യാമറമാൻ, റൈറ്ററൊക്കെ കൂടിയിട്ട്, ചിലപ്പോൾ ആക്ടേഴ്സും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് ആക്ടേഴ്സുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശ്യാമേട്ടൻ അങ്ങ് മൂലയ്ക്ക് മാറിപ്പോയി ഒരു ബോർഡുമായിട്ട് ഇരുന്നിട്ട് ഡയലോഗ്സ് എഴുതുന്നു. എഴുതിയിട്ട് ഇതെല്ലാം പട്ടപ്പട്ടേന്ന് നടക്കുന്നത്. എഴുതിയിട്ട് വരുന്നു, എന്നിട്ട് ആ സംഭവം ഇങ്ങനെ കാണിച്ചു തരും, ഇതാണ് ഡയലോഗ്. അപ്പം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന പോലെ അങ്ങ് പറഞ്ഞോ, അത്രയേ ഉള്ളൂ. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര പുതുമയായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല, അത് ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതേ മൈൻഡ് സെറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷ്ണു തയ്യാറായാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടീം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും അതുപോലെ അവരുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ അവർ ചെയ്യണ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഞങ്ങളെ കൂട്ടാമോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട്, അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവിടെ നടന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാത്യുവിനെ ഇവർ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്ത് ശരിക്കും ഇങ്ങനെ മറ്റേ കൊക്കൂണിന്ന് ഒരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെയായിരുന്നു മാത്യുവിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും. കാരണം ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മാത്യു കൊടുത്ത ഒരു സംഭവമല്ല, സിനിമ തീർന്ന് മാത്യു ആസ് എൻ ആക്ടർ ഓരോ റിയാക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് അവൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി നമുക്ക് നമ്മളെ പേഴ്സണലി മനസ്സിലാകും. പക്ഷെ ഒരു കുട്ടി അങ്ങനെ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. എസ്പെഷ്യലി ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ, ഇവർ വല എറിഞ്ഞിട്ട് ഷമീനെ പിടിക്കുന്ന പരിപാടി. അപ്പം അന്ന് ഞങ്ങൾക്ക് ഷൂട്ടില്ല, എനിക്കും അന്നയ്ക്കും ഷൂട്ടില്ല. ഞങ്ങളെ കട്ടിൻ്റെ അടിയിലിട്ട് ശരിയാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല, കാരണം ഞങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവരെടുക്കുന്ന പ്രിപ്പറേഷൻ, അതായത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഫൈറ്റ് അല്ല. നമ്മൾ കുറച്ച് നാൾ കൂടി മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സീക്വൻസ് ആണ് കുമ്പളങ്ങിയിൽ പരീക്ഷിച്ചത്. അപ്പം അതിൽ ഈ വല എറിഞ്ഞ് ഫാഫിനെ പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു. ഈ വല എറിഞ്ഞ ഒരു മനുഷ്യനെ പിടിക്കുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടി ദിലീഷ് ഏട്ടൻ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു. മാത്യുവിനെ ഇങ്ങനെ ലിറ്ററലി ഒരു കൊച്ചു കുഞ്ഞിനെ എഴുതാൻ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മാറി ഇന്ന് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവണത് ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, ഇതിൽ അഡ്മിഷൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണെന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്യുവിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അവൻ ചെറുപ്പത്തിൽ അവൻ്റെ കുട്ടിയായിരുന്നപ്പോഴായിരുന്നല്ലോ അത് ചെയ്തത്. ഭയങ്കര രസമാണ്. ഈവൻ അന്ന വർക്ക് ചെയ്യുന്ന, അന്നയുടെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലേ അല്ല അന്നയുടേത്. പക്ഷെ എന്നാലും എല്ലാവരും ആ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങോട്ട് പോവും. അത് ഭയങ്കര ഭയങ്കര രസം. എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴും തീരില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ ഷോട്ടിലും ബാറ്റ് അടിക്കുന്ന സീനിലാണെങ്കിലും എനിക്കറിയത്തില്ല അതിനത്രയും കയ്യടി കിട്ടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം അതിനാകെ 3 ബാറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ബാറ്റേ ഉള്ളൂ. അപ്പോൾ 2 ബാറ്റ് റിഹേഴ്സലിനും 1 ബാറ്റ് ടേക്കിനും. ഈ ബാറ്റ് അടിച്ചിട്ട് പൊട്ടുന്നില്ല, കാരണം ഇതൊരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ എഡ്ജിൽ കൊണ്ടാലേ ഇത് പൊട്ടുള്ളൂ. കസേരയുടെ നേരെ അടിച്ചത് പൊട്ടൂല. അങ്ങനെ 2 എൻ്റെ കൈ ആകെ വേദന എടുക്കാൻ തുടങ്ങി അടിച്ചിട്ട്.
അപ്പോൾ 2 അടിച്ചു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എങ്ങനെയോ പൊട്ടി. പക്ഷെ പൊട്ടുമ്പോൾ ഇതൊരു ഭംഗിയില്ലാത്ത പൊട്ടല, ഇങ്ങനെ തീർച്ചയൊക്കെ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഒരു ബാറ്റും കൂടെ ഉള്ളൂ ഗ്രേസ്, ഇത് എങ്ങനെയും അടിച്ച് പൊട്ടിച്ചോളൂ, ഇതാണ് ടേക്ക്, ഇനി നമുക്ക് ബാറ്റില്ല, മേടിക്കാനും പറ്റൂല എന്ന് പറഞ്ഞു. സാധാരണ പ്രൊഡക്ഷൻ പറയും കുഴപ്പമില്ല, നമുക്ക് ബാറ്റ് വേറെ മേടിക്കാന്നല്ലോ. ഇതങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രഷറും ബാറ്റ് പൊട്ടണം, ഈ സീനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കൊണ്ട് പണ്ടാരം പുലി എങ്ങനെയാണ് പൊട്ടി എടുത്ത് കറക്റ്റ് അതിങ്ങനെ പൊട്ടി നല്ല ഭംഗിയായിട്ട് ബാറ്റ് എന്നോട് സഹകരിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇത് തൊട്ട് മുന്നേ ഞാൻ ബാറ്റിനോട് പറഞ്ഞു, എന്നോട് എൻ്റെ കൂടെ നിന്നേക്കണേ, ഇത് പൊട്ടുമ്പോൾ എൻ്റെ കൂടെ നിന്നേക്കണേ എന്ന് പറഞ്ഞു. ഇന്നും ഞാനത് സീരിയസ്ലി വിഷ്ണു, ഇന്നും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് ഷോട്ട് എടുക്കുമ്പോഴും എൻ്റെ കൂടെ ഉള്ള പ്രോപ്പർട്ടിനോട് ഞാൻ പറയും, നമ്മളിത് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ നിന്നേക്കണേന്ന് ഞാൻ ആ പ്രോപ്പർട്ടിയോട് പറയും. സീരിയസ്ലി അത് മാജിക് ആയിരിക്കും സംഭവിക്കണേ. സീരിയസ്ലി നമ്മൾ എസ്പെഷ്യലി നമ്മൾ സിനിമയിൽ നമുക്ക് കിട്ടുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടികളായിരിക്കും കിട്ടണത്. ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു പൊസിഷൻ കാണിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് വണ്ടി അന്നേരം ബ്രേക്കും ഉണ്ടാവില്ല, നമ്മൾ കൊണ്ട് നിർത്തണ അടുത്ത ജംഗ്ഷനിലായിരിക്കും. ഇൻഡിക്കേറ്റർ ഇടാൻ ഇൻഡിക്കേറ്റർ വർക്ക് ആവില്ല, ലൈറ്റ് ഇടാൻ ലൈറ്റ് വർക്ക് ആവില്ല. അപ്പോഴത്തേക്കും ഡയറക്ടറിന് ടെൻഷൻ ആവും, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യണേ. അപ്പം നമ്മൾ വണ്ടികളോട് നമ്മൾ ചെല്ലുമ്പോഴേ ആദ്യമേ പറയാം, ഡേ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്, സഹകരിച്ചേക്കണം, ഈ ഷോട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അതുപോലെ തന്നെ ചെയ്യും. സീരിയസ്ലി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു പേനയാണെങ്കിലും നുണക്കുഴിയിൽ ഞാൻ ബേസിൽ വരുന്ന സമയത്ത്, ബേസിൽ വന്നിങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് ഞാൻ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് പേന ഇങ്ങനെ വെച്ചിട്ട് പോവും. അപ്പം ആ സമയത്ത് ഈ പേപ്പർ പറക്കണം. ഈ പേപ്പർ പറന്ന് പോയാലേ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പേപ്പർ തപ്പി ചെല്ലുമ്പം ബേസിൽ കട്ടിൻ്റെ അടിയിലിരിക്കണത് അറിയാതെ പോവുള്ളൂ. ആദ്യം ഈ പേപ്പർ പറക്കുന്നില്ല, എത്ര അവിടെ നിന്ന് കാറ്റടിച്ചിട്ടും പേപ്പർ പറക്കുന്നില്ല, കറക്റ്റ് ടൈമിങ്ങിൽ പറക്കണം. അപ്പം നമ്മളിത് പറയണമെന്ന് ആരും അറിയത്തില്ലല്ലോ. അവസാനം ഞാൻ പേപ്പറിനോട് പറഞ്ഞു, ഒന്ന് മുന്നിച്ചേക്കണേ. സീരിയസ്ലി പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ എണീറ്റ് പോയി ആ സ്പോട്ടിൽ ഒരു കാറ്റടിച്ചു, ആ പേപ്പർ പറക്കേണ്ട രീതിയിൽ ആ പേപ്പർ പറന്ന് താഴെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേ സംഭവം ഞാൻ അജു ചേട്ടനോട് പറഞ്ഞു. അജു ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അജു ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ പൊന്നു ഗ്രീസ് നേരത്തെ പറയാൻ പറയുന്നില്ലേ, ഇവർക്ക് എപ്പോഴും പറഞ്ഞാൽ ഇവർ സ്മോക്ക് ചെയ്യണ സമയത്ത് ഈ സിഗരറ്റ് സമയത്ത് കത്തണം, ലൈറ്റർ ഓൺ ചെയ്യുമ്പോൾ തീ വരില്ല, അപ്പൊ നമുക്ക് ഇത് ഓക്വേർഡാണല്ലോ. അതുപോലെ തന്നെ ഈ സമയത്തിന് പുക വരില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അജുചേട്ടൻ പറഞ്ഞു, ഇത് നേരത്തെ പറയാൻ പറയുന്നില്ല, ഈ പുല്ല് ഞാൻ ഒന്ന് പരീക്ഷിക്കാലോ എന്ന്. പക്ഷെ അത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ചുമ്മാ എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാ. കാരണം ഇവർക്കൊക്കെ ഒരു എനർജി ഉണ്ടെന്നേ. ബഷീറിന്റെ ഫാനായിരുന്നു എന്താ അങ്ങനെ ചോദിച്ചാൽ ചില ഇലകളിൽ പുള്ളിയുടെ റൈറ്റിങ്ങില് പുള്ളി ഇങ്ങനെ ഒരിക്കലും പുള്ളിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളി മൂർഖനെ വിളിക്കുന്ന സഖാവ് മൂർഖൻ എന്നാ. പുള്ളി വളർത്തുന്നയാളുടെ പേര് ഷാൻ എന്നൊക്കെയാണ്. അപ്പൊ അതുവരെയും അങ്ങനെ ആൾക്കാരെ ഒന്നും അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിധമില്ല. അപ്പോൾ ആള് പഴുതാര കടിക്കുമ്പോൾ അത്രയും ബഹുമാനത്തോടുകൂടി പഴുതാരനെ അഡ്രസ്സ് ചെയ്യുന്നൊക്കെ ആളുടെ എഴുത്തില്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ കുറെ കാലത്തിന് ശേഷം അത് ലിവിങ് കാര്യങ്ങളാണ്, നോൺ ലിവിങ് ഒബ്ജക്ട്സിന് ഇത്രയും സ്നേഹത്തോടു കൂടി. അറിയോ, നമ്മൾ ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ഓഫ് ടൈമിലല്ലേ നമ്മൾ ഈ വർക്ക് ചെയ്യണേ. അപ്പൊ ആ സമയത്ത് നമ്മൾ മാത്രമല്ല ആ ഫ്രെയിമിലുള്ളത്. ചില സമയത്തൊക്കെ നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഷോട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോഴത്തേക്ക് വരും കട്ട് പറയാൻ തൊട്ട് മുന്നേ ബാക്കിൽ നിൽക്കുന്ന ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് ആണിയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ വീഴും. അതൊരു ഹൊറർ മൂവി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതിനകത്ത് കയറ്റി വിടാം. പക്ഷെ നോർമലി അത് പറ്റില്ലല്ലോ. അപ്പം എപ്പോഴും നമുക്ക് വിചാരിച്ചു നല്ല ഷോട്ടാണ്, 1 more എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പോയി. അപ്പം ഡയറക്ടറും പറയും നല്ല ഷോട്ടാണ് ഗ്രേസ്, 1 more അല്ലെങ്കിൽ 1 more പോവാം. അപ്പം ചില സമയത്ത് നമ്മൾ പറയുവാണ് ആ ഫ്രെയിമിലുള്ളത് എല്ലാവർക്കും ജീവനുണ്ടെങ്കിൽ, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അതൊരു വിയേർഡ് തോട്ടാണ്, പക്ഷെ വർക്കൗട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് വിയേർഡ് അല്ല. സ്റ്റിൽ ഇറ്റ്സ് അവരും ഒക്കെ സഹകരിക്കുന്നുണ്ട്. ഇപ്പം സ്റ്റിൽ ഈ ഫ്രെയിമിൽ ആ മുകളിൽ നിന്ന് ഇത് താഴെ വീണ് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ തലയിൽ പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, മൊത്തം പണി മാളുണ്ട്. സത്യം പറയാം, ഗ്രേസിന്റേതായ ഒരു ഇമാജിനറി വേൾഡ് സംസാരിക്കാറുണ്ടോ? യെസ് യെസ് ഉണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചോളൂ. ഉണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണം നമ്മൾ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ സംസാരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ പറയാൻ വെച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെളിയിലേക്ക് വരുള്ളൂ. അന്നേരമാണ് നമ്മൾ പറയണത് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയറാ.
അല്ലേ? ശരിയാ. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര റെയറാണ്. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മളെ തന്നെ കേൾക്കുക എന്ന്. ഭയങ്കര വിയേർഡാണ്. എൻ്റെ ഉള്ളിൽ കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അതിൽ പറയുന്നതും ഇത്രയും വിയേർഡായിട്ടുള്ള കാര്യങ്ങളും. ബട്ട് ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ മിററിൽ നോക്കി നമ്മൾ അടിപൊളിയാന്നൊക്കെ പറയാ. വർക്ക് ചെയ്യും, ശരിക്കും വർക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് സ്വയമേ പറയുമ്പോഴും അല്ലെങ്കിൽ നീ അടിപൊളിയാന്ന് പറയുമ്പോഴും കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ആ ദിവസം മുഴുവൻ നമ്മളെ കൊണ്ടുപോകും. അത് ഭയങ്കര അടിപൊളിയാ. ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ശാന്തികൃഷ്ണ മാമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ ലോസ് ഉണ്ട്. അപ്പം ഇവർ കണ്ണാടി നോക്കിയിട്ട് ശാന്തി യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അതാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരുടെ ഡി-ഏജിങ് ആയിട്ട് അവർ വർക്കായെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ആദ്യമൊക്കെ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമത്തേക്ക് ഇവർ എന്തിനാ ഇങ്ങനെ പറയുന്നത്, എന്നെ ഇവരെ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലൂടെയാ പോണെന്ന് ഇവർ മനസ്സിലാക്കാതെ അല്ലേ ഇത് പറയുന്നത്. ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും കഴിക്കുന്ന ഇച്ചിരി കുറയ്ക്കുക എന്ന് പറയും. ബട്ട് സ്റ്റിൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വായുവും വെള്ളവും മാത്രമാണ് കഴിക്കുന്നത്. ബട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സർജറി ഉണ്ടായി. അപ്പോൾ അതിനെടുക്കുന്ന സ്റ്റിറോയിഡ്സ് കാരണം എന്ത് ചെയ്താലും വെയിറ്റ് ലോസ് ആവുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. എനിക്ക് എന്നെ അറിയാം. ഞാൻ ആരെയും എനിക്കിതാണ് പറ്റിയതെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഭയങ്കര വണ്ണമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പറയുന്നത് നമ്മൾ എടുത്തോളണം, തിരിച്ച് നമ്മൾ പറയുന്നത് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരിങ്ങനെ അതിന് അല്ല പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനും പറഞ്ഞതേ ഉള്ളൂ. അതും അവർ പറഞ്ഞതിനേക്കാളും ഹേർട്ട്ഫുൾ ആണ് നമ്മൾ തിരിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി ഞാൻ അറിയാതെ. സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്കറിയാം അത് വേറൊരു ലൈഫാണ്. അതിലേക്ക് പോവാൻ ഇപ്പോഴും ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റാത്ത, അത് എൻ്റെ ഒരു കുറവാണോ എൻ്റെ ഒരു നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സോഷ്യൽ മീഡിയ ഞാൻ വേറൊരു ഏലിയൻ വേൾഡായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ 1% പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇൻ്റർവ്യൂസ് വന്ന് ചോദിക്കും അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എൻ്റെ പ്രൊഫഷനാണിത്, അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എസ്പെഷ്യലി അങ്ങനെ വേണമെങ്കിൽ അവരോട് ചോദിക്കണം, അവരുടെ പെർമിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും അതിൽ താല്പര്യപ്പെടുന്നില്ല. റീസെൻ്റ്ലി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അവരെ കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും കാമാക്കി വെക്കുക. നമ്മളെ ഒരു സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഗ്രേസ്, ഈ ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റഡ് ആവുക, ഈവൺ ഇഫ് നമുക്ക് സെലിബ്രേറ്റഡ് ആവാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ ഇമോഷണൽ ഇൻബാലൻസ് എന്ന് പറയുന്ന കാര്യത്തെ ആളുകൾ എത്രമാത്രം മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം സെലിബ്രിറ്റി ആയി എന്ന് മനസ്സിലാക്കിയൊരു മൊമെൻറ്റിൽ ഉള്ളിലൊരുപാട് നമ്മൾ ഓക്കെ അല്ലെങ്കിലും പുറത്ത് ഓക്കെ ആണെന്ന് കാണിക്കേണ്ട അവസ്ഥകളുണ്ട്. അതിനിപ്പോൾ ഗ്രേസ് ഓക്കെ ആണോ അങ്ങനത്തെ സിറ്റുവേഷൻസിനോട്? തുടക്കത്തിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും എന്നെ തിരിച്ചറിയുന്നു, അതായിരുന്നല്ലോ ആഗ്രഹം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ ആക്ടേഴ്സിനും ഉള്ളതാണ് ഒരു സ്റ്റേജിലൂടെ കടന്നു പോകും നമ്മൾ. അതായത് നമ്മൾ ഇപ്പം എന്നെ ആരും ശ്രദ്ധിക്കില്ലേ എന്ന് പറയുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഇവിടെ ചിരിച്ച് നിൽക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. അത് ഈവൻ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം ഒരു കോമഡി സീനാണെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ. അത് പ്രൊഫഷനിലും അങ്ങനെയാണ്, വെളിയിൽ ഇറങ്ങിയാലും അങ്ങനെയാണ്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡായിട്ട് നമുക്കതൊരു നോർമൽ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. പക്ഷേ നമുക്ക് അങ്ങനെ പോവാനോ
അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അന്ന് അതൊരു ഭയങ്കര കോമഡി സിനിമയാണ്, കോമഡി ആയിട്ട് തമാശ ചെയ്യേണ്ട സീനാണ്. നമുക്ക് എന്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, ചിരിച്ച് ബിഹേവ് ചെയ്യുക, അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മാറിയിരുന്ന് കരഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ വിഷയം. എന്നാലും ഹലാൽ ലവ് സ്റ്റോറി ചെയ്യണ സമയത്ത് അതിലൊരു പർട്ടിക്കുലർ സീനുണ്ട്, ഞാൻ കരഞ്ഞ് ഇമോഷണൽ ആവുന്ന ഒരു സീനുണ്ട്. ആഫ്റ്റർ മെഡിറ്റേഷൻ. അതെ അതെ, ബ്യൂട്ടിഫുൾ സീൻ, അടിപൊളി സീൻ. ആ സീൻ ചെയ്യണ സമയത്ത് എനിക്ക് എന്ത് ചെയ്താൽ ആക്ഷൻ പറയുമ്പോൾ കരയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അഭിനയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലുള്ള എന്തെങ്കിലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാമല്ലോ. അതിന് ഒരുപാട് ട്രോൾസൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ റിയൽ ആയിരിക്കും. പക്ഷേ ആ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഈ ഷോട്ടിന് മുന്നേ ഞാൻ അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നോട് മിണ്ടരുത്, എന്നോട് സംസാരിക്കാൻ വരരുത്, ആരെങ്കിലും എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അമ്മ ഒന്ന് മാറ്റി നിർത്തിയേക്കണം. കാരണം ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടാണ് സെറ്റിലേക്ക് ചെല്ലണത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം. അന്ന് ഞാൻ വലിയ നടിയൊന്നുമല്ല എൻ്റെ അടുത്തേക്ക് വരാൻ. ഇൻ കേസ് അസിസ്റ്റന്റ് ഡയറക്ടർ വന്നാൽ പോലും മോനെ അവളങ്ങ് വന്നേക്കും കേട്ടോ എന്നൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇതെന്താ ഞാൻ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഈ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് അവിടെ ഒരുപാട് ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടെ എൻ്റെ അടുത്തേക്ക് വരുവാണ് സ്നേഹപ്രകടനത്തിന് വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഒരു മനുഷ്യരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം എല്ലാവരോടും വന്നിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ, ഞാൻ ഇങ്ങനെ പൊട്ടാൻ നിൽക്കണ പോലെ നിൽക്കുക. അപ്പോൾ ഇവർ പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കലങ്ങി നിൽക്കുക. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇതിൻ്റെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ വളർത്തിങ്ങനെ കിള്ളിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കുടുകൂടാതെ ഇങ്ങനെ കരഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മനസ്സിലെ ചേച്ചി ഞാൻ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി അങ്ങ് ഭയങ്കര വല്ലാണ്ടായിപ്പോയി. പുള്ളിക്കാരി അത് പ്രതീക്ഷിക്കുന്നില്ല, പുള്ളിക്കാരി പിച്ചിയതിൻ്റെ ആണോ ഇനി ഞാൻ കരഞ്ഞതെന്നൊക്കെ ഉള്ള ഇതായിപ്പോയി. അങ്ങനെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയി നേരെ അഭിനയിച്ച് തിരിച്ചു വന്നു. പിന്നെ ഞാൻ തിരിച്ചു നോക്കി പുള്ളിക്കാരി കണ്ടില്ല അവിടെ. പക്ഷെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മെത്തേഡ് ആക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് വർക്കാവും, ചില സമയത്ത് അത് ഭയങ്കര ആ സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില സെറ്റുകളൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും. ആ സെറ്റ് നമുക്ക് അതിനനുസരിച്ച് ആ എൻവയോൺമെന്റ് നമ്മുടെ കൂടെ കൂടണം. ഡയറക്ടേഴ്സ് വില്ലിങ് ആയിരിക്കണം അത്രയും സമയം തരാൻ. സമയമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നോട് സക്കറിയൊക്കെ പറഞ്ഞത് എത്ര വേണമെങ്കിലും സമയം എടുത്ത് ഗ്രേസ് റെഡി എന്ന് പറയുന്ന സമയത്ത് ഞാൻ റോൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും സമയം എനിക്ക് തന്നിട്ടാണ് ആ സീൻ അങ്ങനെ വന്നത്. പക്ഷെ അത് എല്ലാ സെറ്റിലും വർക്കായി എന്ന് വരില്ല. അതുപോലെ തന്നെ ലൈഫിലും നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നല്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കില്ല ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യണത്. സ്റ്റിൽ നമ്മൾ ചിരിച്ച് നിൽക്കണം. സ്റ്റിൽ നമ്മൾ ചില ആൾക്കാർ ചോദിക്കും ഒന്ന് ചിരിച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചായിരുന്നു, തോന്നിയില്ല എന്ന് പറയും. നമ്മൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ അത് വന്നെന്ന് വരില്ല. അപ്പം എന്നോട് ഇന്ദ്രേട്ടനും ഹലാലിൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു ഇന്ദ്രേട്ടൻ, എനിക്കും അങ്ങനെ ചിരിക്കാൻ പറ്റില്ല, എന്നെ അറിയാത്ത ആൾക്കാരോട് എനിക്കിങ്ങനെ അവർക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് അവരെ അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും, ചിരിക്കും, അല്ലാണ്ട് എന്ത് ചെയ്യും എന്ന് പറയും. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കില്ല എന്നാണ് അതും നല്ലതല്ലല്ലോ. കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും വളർന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചിരിക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഇതില്ല എന്ന് പറയാനും നമുക്ക് പറ്റില്ല. അപ്പം എല്ലാരെയും ഒരു എന്താ പറയാ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പോവുക. അതിന് പറ്റാവുന്നത് നമ്മളെ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാന്നുള്ളത് മാത്രം. സിൻസ് യു മെൻഷൻ പ്രോസസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആക്ടറിന്റെ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പം അവര് കുറെ ബ്രേക്കപ്പ് സീൻസ് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ അത് ബ്രേക്കപ്പ് സീൻ ഉള്ളിൽ ശരിക്കും ഒരു ബ്രേക്കപ്പിനെ പറ്റി ആലോചിക്കുവോ, എന്നിട്ട് പിന്നെയാണ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് അങ്ങനെ സ്ഥിരമായി ചെയ്യുമായിരുന്നു അത്ര. എന്നിട്ട് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ഈ സീൻ കഴിഞ്ഞിട്ട് ആ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ വേദന മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ അത് നിർത്തിയത്. ശരിയാണത്. ഇപ്പൊ പെട്ടെന്ന് ചിരിച്ചു നിൽക്കുമ്പോൾ ഇൻസ്പിറേഷൻ എടുക്കും റിയൽ ലൈഫിൽ, പക്ഷെ പിന്നെ അത് റിയൽ ലൈഫിൽ നിന്ന് പോവില്ല, കുറെ നേരം പോവില്ല. ശരിയാണത്. ഇപ്പൊ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നമുക്ക് ചിരി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് വരില്ലേ, അത് നമുക്ക് അതിന്റെ ഹാങ് ഓവർ കിടക്കുകയാണ്. അതേപോലെ പെട്ടെന്ന് നമ്മൾ കരഞ്ഞിട്ട് കട്ട് നിർത്തിക്കോളാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കൂല കരച്ചില്. അത് ഗ്ലിസറിനിട്ട് കരയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തൂത്തങ്ങ് കളയാം. പക്ഷെ അല്ലാത്ത നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് സമയമാണ്. നമ്മൾ മാറി നിന്ന് അതിൽ നിന്നൊന്ന് റിലാക്സ്ഡ് ആയി അതിനകത്ത് നിന്ന് വെളിയിൽ വരാൻ നമുക്കൊരു സമയം വേണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്യാപ്റ്റൻ ഡയറക്ടർ മനസ്സിലാക്കണം ഈ ആക്ടർ പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഡയറക്ടറിനുണ്ടെങ്കിൽ ഓക്കെ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിരുത്തും. അല്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പോൾ നമ്മൾ പാനിക്കാവും, നെക്സ്റ്റ് ഷോട്ടോ അയ്യോ എന്ന് പറഞ്ഞ് പാനിക്കാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആംഗിളിൽ നിന്നായിരിക്കും ഇത് എടുത്തത്, അടുത്ത ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ഇതേ ഇമോഷണൽ ഇതേ സാധനത്തിൽ നമ്മൾ വീണ്ടും കരയണം. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതിനെ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുവാണ്. ലിറ്ററലി പശു പുല്ല് കഴിക്കുന്ന പോലെ ഇങ്ങനെ 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 ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 5 to 10 minutes ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നത് അത് നമുക്ക് അതിനായിട്ടുള്ള സമയം എടുക്കും. അത് എല്ലാ ആക്ടേഴ്സും അങ്ങനെയല്ല കേട്ടോ, വളരെ കുറഞ്ഞ ആക്ടേഴ്സ് മാത്രമേ അങ്ങനെ ചെയ്യുന്നവരുള്ളൂ. എല്ലാ ആക്ടേഴ്സിനും അത് ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അങ്ങ് അഭിനയിച്ചാൽ പോരേന്ന് പറയും. പക്ഷെ അത് എനിക്ക് അങ്ങനെ പറ്റില്ല. അതെൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം തിയേറ്ററിൽ കാണുമ്പം 10 രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ ഓഡിയൻ അത് കയറി കാണുമ്പോൾ അയാൾക്കതൊരു കണക്ട് ചെയ്യാൻ പറ്റണ്ടേ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യണത് നന്നായി, സിനിമ എനിക്ക് അത്ര വർക്കായില്ല പക്ഷെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നെങ്കിലും ഒന്ന് പറയാനായിട്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ടൊന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിൽ ഇച്ചിരി പെയിൻ നമ്മൾ അനുഭവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ കാശ് മേടിച്ച് ചെയ്യുന്നതല്ലേ, അതിൻ്റെ ഒരു കുറച്ച് ആത്മാർത്ഥതയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. ഇറ്റ്സ് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ ഡ്യൂട്ടി. അല്ലെങ്കിൽ ഓക്കെ നമുക്ക് അങ്ങനെയാണ്. എനിക്ക് ഈ സർജറി പോലും ഞാൻ ഗോ ത്രൂ ചെയ്തത് അതുകൊണ്ടാണ്. ഞാൻ കാരണം വേറൊരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ അതിലേക്ക് ഗോ ത്രൂ ചെയ്തു പോയത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പറയണം ഓപ്പണായിട്ട്, എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, അത്രേ എക്സ്റ്റെൻഡിലേക്ക് പോകണ്ടെങ്കിലും കുറച്ചെങ്കിലും പറയണം എന്ന് പഠിച്ചത് ഞാൻ ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വൺസ് നമ്മളൊരു നെയിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും അവർ കൊണ്ട് പറയുന്ന മുഖത്ത് കാണിക്കുന്ന ഉദ്ദേശങ്ങൾ തന്നെ ആയിരിക്കില്ല അവർക്ക് നമ്മളോട് ഉണ്ടാവുക. അതിനിപ്പോൾ എക്സ്പ്ലോറേറ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം എന്നില്ല. നമ്മളോട് കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ആ നേരത്തേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഈ കരുതൽ ആ നേരത്തേക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടതാണ്. ഇപ്പോൾ ആളുകൾ ഒരു മനുഷ്യനെ ഇത്ര വരെ ഇറക്കുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ അവർക്ക് പേടിയാണെന്ന്. ഭയങ്കര നല്ല മെറ്റഫർ അത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ ഇപ്പോൾ മനുഷ്യന്മാരെ? പണ്ടോട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലോസ് സർക്കിളാണ് ഉള്ളത്. എനിക്ക് സർക്കിൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എൻ്റെ സർക്കിൾ ഞാൻ വരച്ചു തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പോലും ആയിട്ടില്ല. എന്നാലല്ലേ അതിനകത്ത് ആരെങ്കിലും കയറ്റാൻ പറ്റുള്ളൂ. എനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് ട്രസ്റ്റ് ഇഷ്യൂ. സ്കൂൾ ലൈഫ് എൻ്റെ ഭയങ്കര നല്ല അടിപൊളി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ ആ സുഹൃത്തിനെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നറിയില്ല, അവരുമായിട്ട് എങ്ങനെ സ്റ്റിൽ കോണ്ടാക്റ്റിൽ നിൽക്കണം എന്നറിയില്ല, മറ്റുള്ളവരെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. എൻ്റെ മനസ്സിൽ കൂടെ പോകണം, ഞാൻ വിളിച്ചാൽ അവരിപ്പോൾ തിരക്കിലായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നത് അവർക്കിപ്പം ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ശരിയാണോ വേണോ വേണ്ടേ, അങ്ങനെ ഒരു 10,000 വട്ടം ഞാൻ ആലോചിക്കും. എനിക്കൊരു കോള് വന്നാലും ഞാൻ അതേപോലെ ആലോചിക്കും, ഇവരെന്തിനാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്, ഞാനിപ്പോൾ എന്താ സംസാരിക്കും ഇവരോട്, എനിക്കൊന്നും പറയാനില്ലല്ലോ, അയ്യോ ഞാൻ അന്ന് വിളിച്ചപ്പോഴത്തേക്ക് എടുത്തില്ലല്ലോ, അയ്യോ ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പോകണം. ചിലപ്പോൾ അവരൊന്നും അത് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെയാണ്. എന്നെ ജഡ്ജ് ചെയ്യാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ. ഞാൻ അതുകൊണ്ട് ഒരാളുമായിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോഴും ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഞാൻ ആദ്യം പറയും, ഞാൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഞാൻ വർഷങ്ങളോളം വിളിച്ചെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ എന്നെ കാണുമ്പം അതേപോലെ തന്നെയായിരിക്കും ഞാൻ. എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല, അതേ മെമ്മറി എൻ്റെ മൈൻഡിലുണ്ടാവും. പക്ഷെ ഞാൻ വിളിക്കും എന്നും മെസ്സേജ് ചെയ്യുമെന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതെന്ന് പറയും. ആദ്യമേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ തോന്നും. എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. വിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത സുഹൃത്തുക്കളെ എനിക്കുള്ളൂ, പക്ഷേ ദേ നോ മീ വെരി വെൽ. അതൊരു എൻ്റെ ഒരു നെഗറ്റീവായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പ്രൊഫഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിഷ്ണു, ഞാൻ എങ്ങനെ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊഫഷണൽ എനിക്കിപ്പോഴും അറിയാം ആക്ടേഴ്സ് പടത്തിന് റോള് കിട്ടാൻ, ഐ മീൻ അങ്ങനെയല്ല, അവർക്ക് അതൊരു കൈൻഡ് ഓഫ് ജസ്റ്ററാണ്. എപ്പോഴും ഞാനിവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് ഗുഡ് മോർണിംഗ് എന്ന് സ്ഥിരമായി അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, ബർത്ത്ഡേ അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. കാൺ ഡു ദാറ്റ്. അയ്യോ അതെനിക്ക്, ഞാൻ ആകെ ചെയ്തേക്കണത്, ഞാൻ സർജറിക്ക് പോയ സമയത്ത് റാം സാറിനെ വിളിച്ചു, മമ്മൂക്കേനെ വിളിച്ചു, അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കുന്നത് ആകെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് നമ്മൾ ചെയ്ത ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പം അതിലൊരു തവണ നാഗേന്ദ്രൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഹലോ ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല. അപ്പം ഹലോ ആരാണ്
അപ്പം വീണ്ടും ആ ശബ്ദം നമ്മൾ ഒന്നുകൂടെ കേൾക്കുമല്ലോ, ദിലീപേട്ടൻ്റെ ശബ്ദം തന്നെ ആ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. പണി പാളി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊടുത്തേക്കണത് ഓ അവരിതല്ല. പിന്നെ എൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സൈലൻ്റ് ആവും. സൈലൻ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾക്ക് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വോയിസിൽ അത് വരണമല്ലോ. ഞാൻ ആ ചേട്ടാ പറയൂ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം എൻ്റെ ഫേസ് കാണാതെ, ആ ചേട്ടാ പറയൂ മനസ്സിലായി, എൻ്റെ ഫേസ് ഇങ്ങനെ ആ ചേട്ടാ പറയൂ, ഇതാണ് എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് പറയും, നീ പറയും, നീ അഭിനയിക്കുന്ന പോലെ തന്നെ നീ വിചാരിക്കില്ലേ, നീ നിന്റെ സൗണ്ടിൽ കുറച്ച് എക്സ്പ്രഷൻ ഇടുക, എന്നാലും അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുള്ളൂ നീ എന്താ ഉദ്ദേശിക്കണമെന്ന്. അവസാനം ദിലീപേട്ടൻ ഇങ്ങനെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചത് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിച്ചതിൽ ഒരു ചിലപ്പോൾ കുറ്റബോധം തോന്നി കാണുമോ എന്നുള്ള രീതിയിൽ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദിലീപേട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് ഞാൻ എൻ്റെ മെസ്സേജുകളും അങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പം നോ എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മെസ്സേജിന്. പക്ഷേ അത് ഞാൻ വോയിസ് നോട്ടായിട്ട് അയക്കുമ്പോഴത്തേക്കും, കാരണം ഇവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുമല്ലോ, അത് വരാണ്ടാകുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെ അയച്ചേക്കണം, ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോൾ അവർ പറയും അന്ന് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുമെന്ന് പറയും. ലിറ്ററലി നമ്മൾ മെസ്സേജ് അയക്കുമ്പം ഞാനിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് എന്നാണ് അയക്കുന്നത്. അത് വോയിസ് നോട്ട് അയക്കുമ്പോൾ നമ്മൾ ഞാനിന്ന് വരുന്നില്ല. സി അതിന് അത്ര ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും എടാ എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, എനിക്കിന്ന് കൈ വേദനയാണ്, അത്രയും ഡിഫറൻസ് നമ്മുടെ മെസ്സേജ് ത്രൂ വോയിസ് നോട്ട് പിന്നെ കോളിലുണ്ട്. ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിത് മൂന്നും ചെയ്യുമ്പോഴും പ്രശ്നമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ആസിഫ്ക്കൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ആ ഒരു ഏരിയയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, ബട്ട് സ്റ്റിൽ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാണ്. അതൊരു സ്റ്റാർട്ടപ്പിൽ നിൽക്കണ ആൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്ടർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയോ അറിയാതെ വന്ന് വീണ് പോയൊരു കുഴിയത്, അതിൽ നിന്ന് പുറത്ത് ചാടാൻ ബൈ പ്രൊഫഷണി നമുക്ക് പറ്റില്ല, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. എനിക്കൊരു ബഞ്ച് ഓഫ് സെറ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. ആ ഒരു ടൈമിൽ മാത്രമേ എനിക്കത് ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ സമയം അതെൻ്റെ കൂടെ ഉണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസ്ത്രങ്ങളോടുള്ള ഇൻസെക്യൂരിറ്റി എപ്പോഴാണ് മാറിയത്? ഇപ്പോൾ ഐ എം കംഫർട്ടബിൾ, എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ മുന്നുണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റൽ മൈൻഡ് സെറ്റ് ആൾക്കാരിലുണ്ടെന്ന് ഫീൽ ചെയ്ത സമയം തൊട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൂടെ ഉള്ളവരും അത് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി എന്താ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരു സമയത്ത് തോന്നും നമ്മൾ ഒരു ഭാരമാണോ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണോ, ഞാൻ അത്രയും മോശമാണോ, എന്നെ കാണാൻ അത്രയും പ്രശ്നമുണ്ടോ, എന്നെ കാണുന്ന ആൾക്കാർക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു ശരിക്കും, സീരിയസ്ലി. കാരണം എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എല്ലാവർക്കും അവരായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ വേറൊരാൾ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കേ അല്ല ഞാൻ സുന്ദരിയാണ് ഇല്ല, സുന്ദരി എന്നുള്ളൊരു ഇതല്ല വിഷ്ണു ഞാൻ ഉദ്ദേശിക്കുന്നത്. ലിറ്ററലി പറയുവാണെങ്കിൽ വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര തടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ സെൽഫ് കെയർ ഉപരി എൻ്റെ ഹെൽത്തിനെ ഞാൻ എല്ലാത്തിനേക്കാളും മുമ്പിൽ ഞാൻ വെക്കുന്ന ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എത്തി. അതിൻ്റെ റിസൾട്ട്സും എനിക്കിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓക്കെ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും നീ അത് മേടിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ശരിയാണ്, ഈ പ്രൊഫഷനിൽ നമ്മൾ നിൽക്കുമ്പം ആസ് ആൻ ആക്ടർ നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, നമ്മുടെ സ്കിൻ അടിപൊളി ആയിരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നോ എന്നെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്നൊക്കെ. പക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മലയാളം മാറി മറ്റൊരു ഒരു ലാംഗ്വേജിലേക്ക് പോകുമ്പോഴാണ് ഈശ്വര ഇവിടെ ഇത്രയും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ മലയാളമൊക്കെ തോന്നും ഭയങ്കരമായിട്ട്. സെൽഫ് റിയലൈസേഷൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഉണ്ട് അത്. സങ്കടം തോന്നുന്ന സെൽഫ് റിയലൈസേഷൻ എന്താ? എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ല. എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിപ്പലകയുടെയും താഴെ പോകുമ്പോഴേ എനിക്ക് ദേഷ്യം വരുള്ളൂ. ദേഷ്യം വരുന്ന ഒരാളെ അല്ല. എൻ്റെ സ്ഥായി ഭാവം ഒരു സ്ട്രിക്റ്റ് ഫേസ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. ക്ഷമിച്ച് എനിക്ക് നമ്മളീ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വരുമ്പോഴേ എനിക്ക്
ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ആ ഒരാളോട് ഒരു കാര്യമൊക്കെ അറിയില്ലെങ്കിൽ നന്നായിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ ടീച്ചർ വർക്കാവും. അവിടെ ടീച്ചർ വർക്കാവും. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്താലും പഠിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തൂലേ, അപ്പോഴത്തേക്കാണ് നമ്മൾ വടി എടുക്കണേ പറ്റി ആലോചിക്കണേ. എന്നിട്ട് ഞാനിരിക്കും, എന്നിട്ട് ഞാൻ വടി എടുക്കുവേ എന്നുള്ള രീതിയിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ആ പോയി വടി ഒടിച്ചാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അന്നേരമാണ് എനിക്ക് കയ്യിൽ നിന്ന് പോകുന്നത്. അന്നേരമാണ് അപ്പം എന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഓർത്ത് ഇമ്മീഡിയറ്റ് റിഗ്രറ്റ് വരും. ഞാൻ ഇമ്മീഡിയറ്റ് കരയും. അവരുടെ മുമ്പിൽ നിന്നല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ എനർജി ഞാൻ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ പോസിറ്റീവ് തിങ്സ്. എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ എനർജി യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നെഗറ്റീവായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അപ്പം സ്കൂട്ടാവും. എനിക്ക് പറ്റില്ല ആ സ്ഥലത്ത് നിൽക്കാനായിട്ട്. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഉമിനീരിറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുക്കും. എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. അത്രയും പ്രശ്നമുണ്ട് എനിക്ക് ആ ഒരു സ്പേസിൽ നിൽക്കാൻ. എസ്പെഷ്യലി നമ്മൾ ചില സെറ്റിലൊക്കെ ഡയറക്ടർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവർ മറ്റ് ആക്ടേഴ്സിനെയൊക്കെ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ ഞാനിങ്ങനെ നിന്ന് വിറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറും. ഞാൻ ചിലപ്പോൾ ആ സെറ്റിൽ വേണ്ടതായിരിക്കും, ആ മൊമെൻറ്റിൽ വേണ്ടതായിരിക്കും. ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് അയാൾ അല്ലെ ആ ഡയറക്ടർ ഓക്കെ ആയോ മറ്റേ ആക്ടർ ഓക്കെ ആയോ എന്നറിഞ്ഞാലേ ഞാൻ വരുള്ളൂ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഡയറക്ടർ വിളിക്കും, എവിടെ ഗ്രേസ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കപ്പോൾ ടെൻഷനാവും. കാരണം അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ അഭിനയിക്കും ഇല്ലേ? അങ്ങനത്തെ സെറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആ വഴക്ക് കേൾക്കേണ്ടി വന്ന ഒരു ആക്ടറിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് നിൽക്കുമ്പോഴേ ഉള്ള അവസ്ഥ ഇതാണെങ്കിൽ അപ്പം എൻ്റെ ഏറ്റവും വലിയ ചിന്ത പോണത് ഒരു രീതിയിലും വഴക്ക് കേൾക്കരുത്. തെറ്റ് ഇന്നേ വരെ ടച്ച് വുഡ് എനിക്ക് അങ്ങനെ വഴക്ക് കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത് ഇത്രയും ഞാൻ പ്രഷർ എടുത്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ്സ് പഠിച്ച് പ്രോപ്പർട്ടി പഠിച്ച് സ്ഥലം പഠിച്ച് നിൽക്കേണ്ടതെല്ലാം പഠിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ചെല്ലുക, ഓക്കെ എല്ലാവരും കൊണ്ട് നോക്കാൻ അസിസ്റ്റൻസ് ഉണ്ട്, മേക്കപ്പ് അവിടെ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ഒരു 4-5 ചീത്ത കേൾക്കേണ്ടി വരും. പക്ഷേ അവരുടെയും കൂടെ പണി നമ്മൾ എടുത്താലേ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എല്ലാം റെഡി ആക്കിക്കൊണ്ട് അവിടെ വന്നിട്ട് പിടിക്കാനും നിൽക്കരുത്. അല്ലെങ്കിൽ വന്ന് കറക്റ്റ് കണ്ടിന്യൂറ്റി നോക്കിക്കോളാം. കണ്ടിന്യൂ നോക്കുന്ന ചേട്ടൻ എവിടെയാണ്, ചേട്ടാ എൻ്റെ കണ്ടിന്യൂറ്റി ഏതാ, അന്ന് ആദ്യമേ പോയി നിൽക്കണേ മുന്നേ പോയി നോക്കിയാലേ കാര്യമുള്ളൂ. അവിടെ വന്ന് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഡയറക്ടർ കാണുന്ന എന്താ ഒന്ന് വലിയ കാര്യമായിട്ട് നോക്കുന്നു. സോ അപ്പോഴും സമയം പോവുക. അതിന് മുമ്പ് ഒത്തിരി സമയം നമുക്കുണ്ടല്ലോ. ആ സമയത്തെല്ലാം പ്രിപ്പയർ ആയി പോയി നിൽക്കുമ്പം വഴക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ ബൈ ക്യാരക്ടർ, ബൈ ബിഹേവിയർ, ബൈ നേച്ചർ നല്ല ഉത്തരവാദിത്വമുള്ള ഒരാളാണോ ഗ്രേസ്? അത് കൂടിപ്പോയി എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നി ഭയങ്കര ഉത്തരവാദിത്വം. അതുകൊണ്ട് എന്താ പ്രശ്നം, നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലെ എൻജോയ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നാലും എൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ ഇച്ചിരി തല്ലുകൊള്ളി ഞാനാണ്. അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ ഹാപ്പി ആക്കി വെക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ആ ഉത്തരവാദിത്തം ഫാമിലിയെ നോക്കണം അങ്ങനത്തെ ഒരു സാധനം തലയിലുള്ളത് കൊണ്ട് എനിക്ക് പലതിനും സമയവും. എപ്പോഴും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും ഒന്ന് ബ്രേക്ക് കിട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പടപടേന്ന് പോണ പരിപാടിയില്ലേ, അതെനിക്ക് പറ്റില്ല. അത് റെസ്റ്റ്ലെസ് ആയിട്ട് ഓടണത് എനിക്ക് പറ്റില്ല. അപ്പോഴും എൻ്റെ ബ്രെയിനിനും മൈൻഡിനും ബോഡിക്കും ഈ സാധനം വരും, മരവിക്കും. ഞാൻ മരവിച്ചിട്ട് എനിക്ക് വിഷ്ണു പറയണത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ പോലും എനിക്ക് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഞാൻ ഔട്ടായിരിക്കും. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ മറുപടി തരുന്നത് ഒരു സെക്കൻഡ് ലേറ്റ് ആണെങ്കിലും ഞാൻ തരും, പക്ഷെ ഞാൻ ഔട്ടാണ്. ഇപ്പം ഞാൻ ഔട്ടായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കണേ. ഫുൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇവിടെ പോഡ്കാസ്റ്റ് വരുമ്പോൾ ഞാൻ ഓക്കെയാണ്. കാരണം എനിക്കറിയാം നല്ല ചോദ്യങ്ങളായിരിക്കും കൃഷ്ണ ചോദിക്കുക. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആങ്കർ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് അറിയാം ഈ ഒരു സമയം ഭയങ്കര ക്വാളിറ്റി ടൈം ആയിരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരിക്കും. പുറത്ത് കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ മനോജ് ബാജ്പേയിനെ എടുക്കാം. അപ്പോൾ പുള്ളി ആക്ടറൊക്കെ ആവണേക്കെ മുമ്പ് സത്യമൊക്കെ ചെയ്യണൊക്കെ തൊട്ട് മുമ്പ് ആൾക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആൾ ചായ കുടിക്കാൻ പോകുന്ന ചായക്കടയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഭയങ്കര രസമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിയർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളം കയറി അവിടുത്തെ കോൺസ്റ്റബിളായിട്ട് ഒളിച്ചോടി, അങ്ങനത്തെ രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി അത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് പുള്ളി ആ കള്ളനാണെന്ന് വിചാരിക്കും. എന്നിട്ട് ആ ദിവസം ഫുള്ള് ആ കള്ളനായിട്ട് ജീവിക്കും പുള്ളി. എങ്ങനെയായിരിക്കും ആ കള്ളൻ? അപ്പം പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ, പോലീസുകാരനെ ഇമ്പ്രസ് ചെയ്യണം.
ആ കള്ളനായിട്ട് പുള്ളി ഒരു ദിവസം അങ്ങ് ജീവിക്കും. പിന്നെ അടുത്ത ദിവസം പുള്ളി പത്രം വായിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. ഇത് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പല വെറൈറ്റി ഓഫ് റോൾസ് ചെയ്യാനെന്ന്. ഗ്രേസിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു തരുമോ, എക്സസൈസ് അങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ? അത് കേൾക്കുമ്പോൾ എൻ്റെ ലൈഫായിട്ട് ഭയങ്കര കണക്ട് ആവുന്നു എനിക്ക്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടോ, ഇമാജിനറി വേൾഡിലാണോ എന്നൊക്കെ. എനിക്ക് സ്വപ്നം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സ്വപ്നം കാണും. കാരണം അതിനൊരു കാശ് കൊടുക്കണ്ട ആരുടെ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് സ്വപ്നം കാണാൻ. അതുപോലെ തന്നെയാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ സ്ട്രെസ്ഡ് ആവുമല്ലോ. നമുക്ക് എന്തെങ്കിലും കാണിച്ച് ലൈഫ് എവിടെയെങ്കിലും ഒന്ന് കരപറ്റിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നതായിരുന്നു, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വാട്ട് എവർ ഹാപ്പൻ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മാനിഫെസ്റ്റേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. ബട്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ്. വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഫഷണലി സംഭവിച്ചാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞാൻ ആ ചിരി എൻ്റെ ഫേസിൽ നിന്ന് മാറുമ്പോൾ ഞാനത് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ ആയിട്ടിരുന്നിട്ടുള്ള മൊമെൻറ്റ്സ് വളരെ കുറവാണ്. സ്റ്റിൽ ആ മൊമെൻറ്റിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസിങ് ദാറ്റ് മൊമെൻറ്റ് വിത്ത് പ്രൈഡ്. അതായത് അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല. എൻ്റെ മിസ്റ്റേക്സും എൻ്റെ നല്ല കാര്യങ്ങളും ഞാൻ ഓൺ ചെയ്യുവാണ്. അത് എന്നെപ്പോലെ വിഷ്ണുവിന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെപ്പോലെ മണ്ടൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വിഷ്ണുവിനെ പോലെ വിഷ്ണു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓൺ ചെയ്യുക, യൂണിക്നെസ് ഓൺ ചെയ്യുക. ചില ആൾക്കാർ വന്ന് സ്നേഹം കൊണ്ട് പറയും നിങ്ങൾ ഭയങ്കര വേഴ്സറ്റൈലാണ്, നിങ്ങളുടെ അഭിനയം ഭയങ്കര രസമാണ്. ഭാവി ഉർവശിയാണ്. ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഓൺ ചെയ്യുക, അവരുടെ ആ ഹാപ്പിനെസ് നമ്മൾ അങ്ങ് എടുക്കുക. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.